നിന്നേക്കാൾ ബുദ്ധിമുട്ടുള്ളവൻ്റെ അരികിൽ ഒരു പക്ഷേ നിന്റെ ഭവനത്തിൽ തന്നെ കാണും. അതിൽ നിന്റെ സ്നേഹിതരായ സുഹൃത്തുക്കളുണ്ടാകാം. അവരുടെയൊക്കെ അരികിൽ സ്വല്പനേരം ഒന്ന് സമയം കണ്ടെത്താൻ നിങ്ങൾ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗാനുഭവത്തിൻ്റെ അനുഭൂതി അവിടെ ഉണ്ടാകും. ഇന്ന് ആ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നൈർമല്യം നമുക്ക് കാണിച്ചു തരുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. എലിസബത്ത് പുണ്യവതിയുടെ അരികിലേക്ക് തിടുക്കത്തിൽ മലമടക്കുകൾ താണ്ടി എലിസബത്ത് പുണ്യവതിയുടെ അടുത്തെത്തി അമ്മയെ താണുവണങ്ങി അമ്മയുടെ കൂടെ ആയിരിക്കുന്ന ഒരു സ്വർഗീയ നിമിഷമാണ് നമുക്കിത് കാണിച്ചു തരിക. ഈ കാലഘട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് മാതാവ് നമുക്ക് ഇന്ന് നൽകുക. നിന്നേക്കാൾ ശാരീരികതയിൽ ക്ഷീണം അനുഭവിക്കുന്ന, മാനസികമായ അസ്വസ്ഥത അനുഭവിക്കുന്ന, എല്ലാ തരത്തിലും ശാരീരികതയിലും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കൂടെ ആയിരിക്കാൻ, ഒരു ബൈസ്റ്റാൻഡർ ആകാൻ സാധിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ്. ആരാണ് തന്നേക്കാൾ ആരോഗ്യം കുറഞ്ഞ ഒരാളുടെ അടുത്ത് പൂർണ്ണമായും തൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും മാറ്റിവെച്ചുകൊണ്ട് ആ കിടക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളിൻ്റെ അരികിൽ നിന്ന് അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുക? വളരെ വിരളം ആളുകൾ മാത്രമേ അതിന് സന്നദ്ധരാകുകയുള്ളൂ. പണം കൊണ്ടാണെങ്കിൽ പോലും അത് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല, സാമ്പത്തികമായ ആവശ്യം കൊണ്ട് മാത്രം പോയി നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. പലയിടത്തും നമ്മൾ കാണാറുണ്ട്. പല ഭവനങ്ങളിലും, പല ഹോസ്പിറ്റലുകളിലും, പല വൃദ്ധസദനങ്ങളിലൊക്കെ ഇത് വളരെയധികം നമ്മൾ കാണുന്നുണ്ട്. ആവശ്യം കൊണ്ട് മാത്രം പോയി സന്നിഹിതരാകുകയും കൂടെ നിന്ന് സഹായിക്കുകയും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുകയും പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും ഭാഗികമായിട്ടെങ്കിലും ആ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് ആ സാന്നിധ്യം നിറവേറ്റുകയും ചെയ്യുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നമ്മെ ഇന്ന് കാണിച്ചു തരുന്ന പാഠം പ്രിയപ്പെട്ട മക്കളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. അമ്മയുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറ്റിവെച്ച് തന്നേക്കാൾ വാർദ്ധക്യത്തിലിരിക്കുന്ന എലിസബത്ത് പുണ്യയുടെ അടുത്തേക്ക് ചെന്ന് ആ അമ്മയുടെ മുമ്പിൽ പൂർണ്ണമായി തന്നെ സമർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ അവിടെ സമർപ്പിച്ച് വിട്ടുകൊടുത്തുകൊണ്ട് എന്താണോ എലിസബത്ത് പുണ്യവതിക്ക് വേണ്ടി കൊടുക്കേണ്ടത് അതെല്ലാം പൂർണ്ണമായും ചെയ്തു കൊടുത്തുകൊണ്ട് താഴ്മയിൽ അവൾ ആ ഭവനത്തിൽ വസിച്ചു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം നമ്മെ തരുന്ന ഏറ്റവും നല്ല ചോദ്യം ഇത് തന്നെയാണ്. താഴാൻ മനസ്സുള്ളിടത്തെ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. താഴുന്നിടത്തെ ഹൃദയത്തിൻ്റെ നൈർമല്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അനേക കുടുംബങ്ങളിൽ ഒരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളാകട്ടെ, അമ്മായിമ്മയൊക്കെ ആയിക്കോട്ടെ, ഒരു കിടപ്പിലാവുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ബലഹീനരാകുന്ന അവസ്ഥയിൽ, ബുദ്ധിമുട്ടേറുന്ന അവസ്ഥയിൽ കൂടെ നിന്ന് സഹായിക്കാൻ എത്ര പേർക്ക് ഇത് സാധിക്കും? വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ഏറ്റവും വൃത്തിയായി അവരെ സൂക്ഷിക്കണമെങ്കിൽ അതീവ ബുദ്ധിമുട്ടോടുകൂടിയാണ് അതിൽ പലപ്പോഴും പലരും സംബന്ധിക്കുക. അതല്ലെങ്കിൽ പണം കൊടുത്തൊരാളെ അങ്ങ് അസിസ്റ്റ് ചെയ്യിക്കും. പണം കൊണ്ട് നമുക്കെന്തും നേടാം, ഹൃദയം കൊണ്ട് നേടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ ഹൃദയം കൊണ്ട് പൂർണ്ണമായി തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് എലിസബത്ത് പുണ്യവതിയുടെ അരികിലായിരുന്നുകൊണ്ട് അവളെ ശുശ്രൂഷിക്കുന്നതിൽ പരിശുദ്ധ അമ്മ കാണിക്കുന്ന ഈ വലിയ ഹൃദയത്തിൻ്റെ ആ ഇടമുണ്ടല്ലോ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് പതുക്കെ കടന്നു വരട്ടെ. ആരായാലും, അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും അവരുടെ അരികിലിരുന്നുകൊണ്ട് അവരെ സഹായിക്കാൻ, ഒരു പക്ഷേ അസാധ്യമത കാണുന്ന ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ, അവരുടെ കൂടെ ആയിരിക്കാൻ, ഒരു നല്ല ബൈസ്റ്റാൻഡർ ആകാൻ, കൂടെ വസിക്കുന്നവനാകാൻ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ ഇന്നത്തെ ജീവിതം നമ്മെ ബോധ്യപ്പെടുത്തട്ടെ. 39-ാമത്തെ തിരുവചനം, 40-ാമത്തെ തിരുവചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്രകാരമാണ്. നിന്നേക്കാൾ ബുദ്ധിമുട്ടുള്ളവൻ്റെ അരികിൽ ഒരു പക്ഷേ നിന്റെ ഭവനത്തിൽ തന്നെ കാണും. അതിൽ നിന്റെ സ്നേഹിതരായ സുഹൃത്തുക്കളുണ്ടാകാം. അവരുടെയൊക്കെ അരികിൽ സ്വല്പനേരം ഒന്ന് സമയം കണ്ടെത്താൻ നിങ്ങൾ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വർഗാനുഭവത്തിൻ്റെ അനുഭൂതി അവിടെ ഉണ്ടാകും. സ്വർഗം നിന്റെ ഭവനത്തിൽ രൂപപ്പെടുന്നതിൻ്റെ ആ വലിയ സുന്ദരമായ അവസ്ഥ
നീ അനുഭവിക്കും. അതുമാത്രമല്ല, നിന്റെ തലമുറ പറയാനാവാത്ത വിധം അനുഗ്രഹത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറുന്നത് നീ കാണും. നീ ജീവിച്ചിരിക്കെ തന്നെ നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറ ഉയർന്നു വരുന്നത് നീ പഠിപ്പിച്ചിട്ടോ മറ്റ് പരിശീലനങ്ങളൊന്നും കൊടുത്തതുകൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ മാലാഖമാരെ അയച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നത് നീ ജീവിച്ചിരിക്കെ തന്നെ നീ കാണും. കാരണം പരിശുദ്ധാമ്മ അതാണ് നമ്മെ പഠിപ്പിച്ചത്. തൻ്റെ മകനെ കൂടുതലൊന്നും പരിശുദ്ധാമ്മ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ തൻ്റെ മകനെ ദൈവത്തിൻ്റെ ദൂതന്മാർ കൊണ്ട് നടന്നത് ദൈവപുത്രൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായി ഈ വചനം നന്നായി ധ്യാനിക്കാം. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ നിന്റെ സാന്നിധ്യം എളിമയുടെ, പങ്കുവെപ്പിൻ്റെ, ശുശ്രൂഷ മനോഭാവത്തിൻ്റെ, ദാസ്യഭാവത്തിൻ്റെ പാഠം പഠിപ്പിക്കാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.